മുസ്ലിം ലീഗിന് പി അൻവറിനെ കൊണ്ടുവരണമെന്നുണ്ടെന്ന് പറഞ്ഞ് തൻ്റെ തടി രക്ഷിക്കുവാനാണ് മുൻ KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെ ഏറ്റവും പുതിയ ശ്രമങ്ങൾ. അങ്ങനെ വിട്ടുകൊടുക്കാനാകില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു തൊട്ട് പിന്നാലെ സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അൻവറിനെയും പിന്നാലെ സുധാകരനെയും തള്ളി രംഗത്തും വന്നു. ഇതോടെ നിൽക്കളിയില്ലാതെ നിലമ്പൂരിൽ നിന്നും ഉൾവലിയുവാനാണ് സുധാകരൻ തീരുമാനമെടുത്തത്. കെ സുധാകരൻ പുറത്തെടുത്ത് പയറ്റി നോക്കിയത് പഴയൊരു മുസ്ലിം പൊളിറ്റിക്സാണ്. മുമ്പ് ആര്യടൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യടൻ മുഹമ്മദ് എന്ന അധികാരനായ കോൺഗ്രസ് നേതാവ് മുസ്ലിം ലീഗിനോട് കൈക്കൊണ്ടിരുന്ന ആ വിരട്ടൽ നിലപാട് കുഞ്ഞാലിക്കുട്ടിയും ലീഗ് നേതൃത്വവും ഇപ്പോഴും ഓർക്കുന്നത് ഭീതിയോടെയാണ്. അതുകൊണ്ടാണ് അൻവറിനെ അനുനയിക്കുന്ന ഒപ്പം നിർത്തുന്ന ഏതൊരു നീക്കത്തോടും കൈകൊടുക്കാതെ അൻവറിനോടും അതിലൂടെ സുധാകരനോടും കടക്ക് പുറത്തുനിന്ന് കുഞ്ഞാലിക്കുട്ടി പറയാതെ പറഞ്ഞത്. UDF പ്രവേശനം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ വേണമെന്നാണ് PV അൻവർ ചർച്ചയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ആവശ്യപ്പെട്ടത്. പ്രഖ്യാപനം നടത്തിയില്ലെങ്കിൽ മത്സരിക്കേണ്ടി വരും, തനിക്ക് ഒരു മടിയുമില്ലെന്നും അൻവർ കുഞ്ഞാലിക്കുട്ടിയെ മുഖത്ത് നോക്കി പറഞ്ഞു. UDF നേതൃത്വവുമായി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കാമെന്ന് കുഞ്ഞാലിക്കുട്ടി അൻവറിന് മറുപടി നൽകി സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നില്ലെന്ന് തൊട്ട് പിന്നാലെ PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിക്കുകയും ചെയ്തു. ഇത് മുസ്ലിം ലീഗിൻ്റെ മാത്രം വിഷയമല്ല, UDF മാത്രം വിഷയമാണെന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി കൈയൊഴിഞ്ഞപ്പോൾ മലപ്പുറം രാഷ്ട്രീയത്തിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിലായി പോയി PV അൻവർ. തെരഞ്ഞെടുപ്പിന് മുമ്പ് UDF മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യണം, അല്ലാതെ ലീഗ് എന്ന ഞങ്ങൾ മാത്രമായൊരു മധ്യസ്ഥതയൊന്നും ഇവിടെയില്ല എന്ന് തുറന്നടിച്ചു. മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളോടും സംസാരിക്കുന്നത് പോലെയാണ് അൻവർ ലീഗിനോട് സംസാരിച്ചതെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഒരു ഒഴുക്കൻ മട്ടിൽ പറഞ്ഞത്. ഇപ്പോഴാണ് കെ സുധാകരൻ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യടൻ മുഹമ്മദിനെ കുറിച്ച് ഓർക്കുന്നത്. നിലമ്പൂരിൽ ആരുടെ മുന്നിലും തലകുനിക്കാത്ത നേതാവായിരുന്നു ആര്യടൻ മുഹമ്മദ് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ല വേരോട്ടമുണ്ടായിരുന്ന നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ വളർത്തിയ നേതാവെന്നും ഒക്കെ ഇപ്പോൾ സുധാകരൻ പറയുന്നുണ്ട്. അതിൽ പറഞ്ഞ എല്ലാ സത്യം തന്നെയാണ്. നിലമ്പൂർ MLA ആയിരുന്ന സഖാവ് കുഞ്ഞാലി തൻ്റെ പ്രതിയോഗിയാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിയാക്കപ്പെട്ടെ തുടർന്ന് ജയിലിലടച്ചെങ്കിലും സംഭവത്തിൽ മറ്റൊരാളാണെന്ന് പ്രതി കണ്ടെത്തിയതോടെ നിലമ്പൂരിൽ ആര്യടൻ മുഹമ്മദ് വീണ്ടും ശക്തനാകുകയായിരുന്നു. കോൺഗ്രസ് കണ്ട ഏറ്റവും അധികാരനായ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ഒരു വേള മാറി നിന്ന ആര്യടൻ പിന്നീട് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായി വളരുന്ന കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. തൊഴിലാളി സംഘടനയായ AITUC നേതാവായാണ് ആര്യടൻ പിന്നീട് തിളങ്ങിയത്. എന്നും A ഗ്രൂപ്പിനൊപ്പമായിരുന്നു. AK ആന്റണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഇടത് മുന്നണിക്കൊപ്പം പോയപ്പോൾ അന്ന് ആര്യടൻ ഒപ്പം ഇടതുപാളയത്തിലും പോയി. എന്നും മുസ്ലിം ലീഗിനെതിരെ രൂക്ഷമായ ഭാഷയിൽ നേരിട്ട കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ആര്യടൻ മുഹമ്മദ്. കുറച്ചു കാലം ഇടത് പാളയത്തിൽ നിന്നതിൻ്റെ ഗുണമാകാം ഈ ലീഗിനെതിരായ ശക്തമായ കൂരമ്പ് പോലത്തെ വാക്കുകളും. മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അവിടുത്തെ ആദ്യത്തെ DCC അധ്യക്ഷനായി ആര്യടൻ മുഹമ്മദ്. 4 തവണ MLA ആയി സംസ്ഥാന UDF മന്ത്രിസഭയിലെ അംഗവുമായിരുന്നു. 80-ൽ EK നായനാർ മന്ത്രിസഭയിലും അംഗമായി. പിന്നീട് AK ആന്റണി മന്ത്രിസഭയിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായി. 2016-ൽ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ആര്യടൻ മുഹമ്മദ് മാറി നിന്നു. ഇതോടെയാണ് മകനും പൊതുരംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന ആര്യടൻ ഷൗക്കത്തിന് നിലമ്പൂരിൽ ടിക്കറ്റ് നൽകിയത്. ഉടനെ പറഞ്ഞു ഇതൊരു കുടുംബ രാഷ്ട്രീയമാണെന്ന്. പിന്നീട് കോൺഗ്രസിനുള്ളിൽ പരക്കെ പ്രതിഷേധം ഉള്ളെടുത്തു. ഈ സന്ദർഭം മുതലെടുത്താണ് PV അൻവർ എന്ന പഴയ കോൺഗ്രസ്സുകാരൻ ആര്യടൻ ഷൗക്കത്തിനെ ചവിട്ടി ഒതുക്കി രാഷ്ട്രീയ രംഗത്തേക്ക് നിലമ്പൂരിൽ കാലുകുത്തിയത്. തലയെടുപ്പുള്ളൊരു സ്ഥാനാർത്ഥിയെ തേടിയിരുന്ന ഇടതു മുന്നണി അന്ന് അൻവറെ പിന്തുണയ്ക്കാൻ തയ്യാറായി. അൻവർ ഇടത് സ്വതന്ത്രനായി CPM. ആര്യടൻ്റെ പിന്തുണച്ചക്കാരനെ എത്തിയ ഷൗക്കത്തിനെ നിലമ്പൂർ കൈയൊഴിഞ്ഞു കോൺഗ്രസ് പാർട്ടി അന്ന് കൈയൊഴിഞ്ഞു. ഇതോടെ നിലമ്പൂരിൽ PV അൻവറുടെ യുഗത്തിന് തുടക്കമായി. ഷൗക്കത്തിന് ഇപ്പോൾ കാലം കാത്തുവച്ച നീതി എന്ന് വേണമെങ്കിൽ പറയാം. അൻവർ വിജയം ആവർത്തിക്കാതിരിക്കാൻ കോൺഗ്രസ് ആര്യടൻ ഷൗക്കത്തിനെ വീണ്ടും മാറ്റി നിർത്തി. അക്കാലത്ത് ഏറ്റവും സ്വീകാര്യനായ DCC അധ്യക്ഷൻ VV പ്രകാശിനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും 2700 വോട്ടിന് പ്രകാശ് പരാജയപ്പെട്ടു. വോട്ടെണ്ണൽ കഴിഞ്ഞ ദിവസങ്ങൾക്കകം പ്രകാശ് ഹൃദയാഘാതം കൊണ്ട് മരണമടയുകയും ചെയ്തു. പക്ഷേ ഈ പ്രകാശിൻ്റെ കുടുംബം ഇപ്പോഴും പറയുന്നത് അതിനൊക്കെ ഉത്തരവാദി ആര്യടൻ ഷൗക്കത്തായിരുന്നാണ്. പിന്നീട് DCC അധ്യക്ഷനാവാൻ ആര്യടൻ ഷൗക്കത്ത് ശ്രമിച്ചെങ്കിലും VS ജോയി അധ്യക്ഷനായി. VS ജോയിയെ നിശിതമായി വിമർശിക്കുന്ന അൻവർ പിന്നീട് CPM അകന്ന് ജോയിക്കൊപ്പം ചേരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ജോയി ഇതേ അൻവറിനെ തള്ളി പറയുകയും ചെയ്തു. ജനുവരിയിൽ MLA സ്ഥാനം രാജിവെച്ചപ്പോൾ ഇതേ PV അൻവർ അന്ന് ജോയിയുടെ പേരാണ് അടുത്ത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ജോയിയും അൻവറിനെ തള്ളി പറഞ്ഞു, ഷൗക്കത്തിനെ പിന്തുണച്ചു. നിലമ്പൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള
ശ്രമത്തിന്റെ ഭാഗമായി കോൺഗ്രസ് പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നു. അൻവറിനെ അനുകൂലിക്കുന്നവരുടെ വോട്ട് ലഭിച്ചാൽ വൻ ഭൂരിപക്ഷത്തോടെ ഇത്തവണ നിലമ്പൂർ പിടിച്ചെടുക്കാമെന്നായിരുന്നു UDFന്റെ കണക്കുകൂട്ടൽ. എന്നാൽ അൻവറിൻ്റെ ഷൗക്കത്തിനെയാണ് സ്ഥാനാർത്ഥിയാക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അൻവറിൻ്റെ ആ പ്രതികരണം അത് കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചു. ഒടുവിൽ ഇപ്പോഴാര് ഞെട്ടി? അൻവർ ഞെട്ടിയിരിക്കുന്നു. എല്ലാവരും കൈയൊഴിഞ്ഞ് അൻവറിന് ഇനി നിലമ്പൂരിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ഇനി ഭീതി ഉണർത്തുന്നൊരു ഓർമ്മയായി മാറും, ഒരു സംശയവുമില്ല.